നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ LDF നീക്കം. ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ അവിശ്വാസം. കത്ത് നൽകി. BJP പിന്തുണയ്ക്കുമെന്ന് വിശ്വാസമെന്ന് LDF. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിവരങ്ങൾ ശേഖരിച്ചു. പഴമയുടെ പ്രൗഢി നിലനിർത്തി നവീകരിച്ച മണർകാട് പള്ളി കൂദാശ ചെയ്തു. നവീകരണം നടത്തിയത് 1 കോടി രൂപ മുടക്കി. നവീകരണം 8 നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. അവിശ്വാസ പ്രമേയത്തിനുള്ള അനുമതി തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് LDF കത്ത് നൽകി. കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ അഖിൽ സി വർഗീസ് 3 കോടി രൂപ പെൻഷൻ ഫണ്ട് തിരിമറി നടത്തിയ സംഭവത്തിന് പിന്നാലെ നഗരസഭാ ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കവുമായി LDF രംഗത്ത്. പ്രമേയ അവതരണത്തിനുള്ള അനുമതി തേടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് LDF കത്ത് നൽകി. 10 ദിവസത്തിനു ശേഷം അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ തീയതി നിശ്ചയിക്കും. അവിശ്വാസ പ്രമേയം പാസ്സാകുമെന്നാണ് വിശ്വാസമെന്നും BJP പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നതെന്നും LDF നേതാവ് അഡ്വക്കേറ്റ് K അനിൽകുമാർ പറഞ്ഞു. നഗരസഭയ്ക്കകത്തും പുറത്തും നടത്തുന്ന LDFന്റെ പോരാട്ടം വിജയം കാണുമെന്ന ശുഭപ്രതീക്ഷയിൽ ഇന്ന് ഈ പ്രമേയം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുന്ന വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. LDFന് അനുകൂലമായിട്ടുള്ള വോട്ടല്ല. നഗരസഭയിലെ ഭരണത്തെ പുറത്താക്കണമെങ്കിൽ നിയമപരമായ അവസരത്തെ BJP ഉപയോഗിക്കണം. നമ്മുടെ രാജ്യത്തെ നഗരസഭ ഭരണവുമായി ബന്ധപ്പെട്ട അവിശ്വാസ പ്രമേയമുണ്ട്. അവിശ്വാസ പ്രമേയ പ്രകാരം ഇന്നത്തെ ഇവിടുത്തെ ഘടന അനുസരിച്ച് ഈ ഭരണസമിതിയെ പുറത്താക്കണമെന്ന് BJPക്ക് അവകാശമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ BJP പറയുന്ന അവകാശവാദങ്ങളിൽ അവർക്ക് കഴമ്പുണ്ടെങ്കിൽ അവർക്കൊരു അവസരം നൽകുന്നു ഈ പ്രമേയം. ആ പ്രമേയത്തോട് അവരെടുക്കുന്ന നിലപാടായിരിക്കും യഥാർത്ഥത്തിൽ ഈ നഗരസഭാ ഭരണത്തിന് അന്ത്യം സംഭവിപ്പിക്കുക. അതുകൊണ്ട് അതിനവർ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. സാമ്പത്തിക തിരിമറി വിഷയത്തിൽ BJP ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഈ പ്രമേയത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും LDF നേതൃത്വം പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരസഭയിലെ മുൻ ജീവനക്കാരൻ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് നടത്തിയ കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് കേസ് സംബന്ധിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. നഗരസഭയിൽ 2020 മാർച്ച് 12 മുതൽ 2023 നവംബർ വരെ ക്ലർക്കായി ജോലി ചെയ്ത കൊല്ലം മങ്ങാട് അഖിൽ സി വർഗീസ് 3 കോടി രൂപ തട്ടിയെടുത്തതാണ് കേസ്. അഖിലിന്റെ അമ്മ P ശ്യാമളയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത്. കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP സഞ്ജു വർഗീസിന്റെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. ക്രൈംബ്രാഞ്ച് സംഘം നഗരസഭയിൽ നിന്നും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതി അഖിൽ സി വർഗീസ് ഒളിവിൽ തുടരുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. കോട്ടയം വെസ്റ്റ് പോലീസാണ് നേരത്തെ കേസ് അന്വേഷിച്ചത്. ഇപ്പോൾ വൈക്കം നഗരസഭയിലെ ക്ലർക്കാണ് അഖിൽ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവീകരണം പൂർത്തിയാക്കിയ മണർകാട് പള്ളിയുടെ കൂദാശ നടന്നു. വൈകിട്ട് നടന്ന കൂദാശയ്ക്ക് ഐസക് മാർ ഒസ്താത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2 മാസം കൊണ്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 1 കോടി രൂപയാണ് ചെലവായത്. പഴമയുടെ പ്രൗഢി നിലനിർത്തി നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിന്റെ കൂദാശ നടന്നു. സെപ്റ്റംബർ 1 മുതൽ 8 വരെ നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ പെരുന്നാളിന് മുന്നോടിയായാണ് പള്ളി നവീകരിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് ശൈലിയിൽ നിർമ്മിച്ച ദേവാലയത്തിന്റെ പഴമ നഷ്ടപ്പെടാതെ മദ്ബഹ ഒഴികെയുള്ള ഭാഗങ്ങളാണ് നവീകരിച്ചത്. 2 മാസം കൊണ്ട് നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപയാണ് ചെലവാക്കിയത്. ഉൾഭാഗത്തെ പാനലിംഗ്, ലൈറ്റിംഗ്, തേക്കുതടി കൊണ്ടുള്ള വോൾ പാനലിംഗ്, റൂഫിംഗ് എന്നിവയും പൂർത്തിയായി. മേൽക്കൂരയിൽ കൂടുതൽ ചിത്രപ്പണികൾ ചെയ്ത് ആകർഷകമാക്കിയിട്ടുണ്ട്. തൂണുകൾക്ക് മൊസൈക്ക് ചെയ്യുകയും തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആർച്ചുകൾക്ക് സ്വർണ്ണ നിറമുള്ള അലങ്കാരങ്ങൾ നൽകുകയും ചെയ്തു. പ്രവർത്തനങ്ങളുടെ ഭാഗമായി കത്തീഡ്രലിന് പുറത്തുള്ള പെയിന്റിംഗും പൂർത്തിയാക്കിയിട്ടുണ്ട്. വൈകിട്ട് നടന്ന ചടങ്ങിൽ ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത കൂദാശയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയും നടന്നു. ന്യൂസ് ബ്യൂറോ, മണർകാട്. കോട്ടയം ജില്ലാ പോലീസ് മേധാവി K കാർത്തിക് IPSന് സ്ഥലം മാറ്റം. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സ് വിജിലൻസിലേക്കാണ് കാർത്തിക്കിനെ സ്ഥലം മാറ്റിയത്. റിസർവ് ബറ്റാലിയൻ കമാൻഡന്റായിരുന്ന ഷാഹുൽ ഹമീദ് പുതിയ ജില്ലാ പോലീസ് മേധാവിയായി ചുമതലയേൽക്കും. ആഭ്യന്തര വകുപ്പിൽ നടന്ന അഴിച്ചുപണിയുടെ ഭാഗമായിട്ടാണ് K കാർത്തിക്കിനെ സ്ഥലം മാറ്റിയത്.
ഇൻഫാം പൊൻകുന്നം കാർഷിക താലൂക്ക് സമ്മേളനം പൊൻകുന്നത്ത് നടന്നു. ഇതോടൊപ്പം വീർ കിസാൻ ഭൂമിപത്ര അവാർഡ് വിതരണവും നടന്നു. ഇൻഫാം പൊൻകുന്നം കാർഷിക താലൂക്ക് സമ്മേളനം വിവിധങ്ങളായ പരിപാടികളോടെ പൊൻകുന്നത്ത് നടന്നു. ഇതോടൊപ്പം മണ്ണിനെ പരിസ്ഥിതിയെ സംരക്ഷിച്ച കർഷകർക്ക് ആദരമായി വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് വിതരണവും നടന്നു. പൊൻകുന്നം പള്ളി പാരിഷ് ഹാളിൽ നടന്ന കാർഷിക താലൂക്ക് സമ്മേളനം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കേൽ ഉദ്ഘാടനം ചെയ്തു. കർഷകരെ ആദരിക്കുന്ന വീർ ജവാൻ എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വീർ കിസാൻ. ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായി അല്ലെങ്കിൽ സൈനികർക്കുള്ള ബഹുമതികൾ നൽകി രാഷ്ട്രം അതിർത്തിക്ക് സുരക്ഷ ഒരുക്കുന്ന സൈനികരെ ആദരിക്കുന്നത് പോലെ തന്നെ രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷ മുൻകാലങ്ങളിൽ ഒരുക്കിയ ഒരു തലമുറയെ, ഒരു സംഘടനയെ ആദരിക്കുന്നതിനകത്ത് വലിയ അർത്ഥവും വ്യാപ്തിയുമുണ്ട്. അവിടെയാണ് ലാൽ ശാസ്ത്രിയുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം പൂർണ്ണമാകുന്നത്. സൈനികനെ പോലെ തന്നെ കർഷകനും ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുമ്പോൾ അവന്റെ അധ്വാനത്തിന് വേണ്ട ആദരവ് കൊടുക്കുമ്പോൾ അവിടെയാണ് ജവാനെ പോലെ തന്നെ കിസാൻ. ഇൻഫാം രക്ഷാധികാരി ഫാദർ ജോണി ചേരിപ്പുറം അധ്യക്ഷനായി. ഇൻഫാം കാർഷിക ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പന്തിരുവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് കർഷകരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി പൊളിച്ചുമാറ്റി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ജനപക്ഷം ചെയർമാൻ PC ജോർജ് ആവശ്യപ്പെട്ടു. കേരള, തമിഴ്നാട് സർക്കാരുകൾ ഇക്കാര്യത്തിൽ അനാസ്ഥ കാട്ടുകയാണെന്നും PC ജോർജ് കോട്ടയത്ത് കുറ്റപ്പെടുത്തി. കേരളത്തിലെ 35 ലക്ഷത്തോളം ആളുകളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം അടിയന്തരമായി പൊളിച്ചുമാറ്റി പുതിയ ഡാം നിർമ്മിക്കണമെന്ന് ജനപക്ഷം ചെയർമാൻ PC ജോർജ്. ഇക്കാര്യത്തിൽ കേരള, തമിഴ്നാട് സർക്കാരുകൾ കുറ്റകരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. 1300 അടി താഴെ പുതിയ ഡാം പണിയണമെന്ന് തമിഴ്നാട്, കേരള സർക്കാരുകൾ അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. 1886 ഒപ്പുവെച്ച പാട്ടക്കരാർ പ്രകാരമാണ് തമിഴ്നാട് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്നത്. 2024 ആയിട്ടും നാളിതുവരെ ഒരു പരിഷ്കരണത്തിനും രണ്ട് സർക്കാരുകളും തയ്യാറായിട്ടില്ലെന്നും PC ജോർജ് ആരോപിച്ചു. എത്രയും വേഗം ഡാം പൊളിച്ചു മാറ്റണം. 35 ലക്ഷത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉണ്ടാക്കണം. വർഷങ്ങൾക്ക് മുമ്പ് 1300 അടി, ഇപ്പോഴത്തെ ഡാം ഇരിക്കുന്നിടത്തു നിന്ന് 1300 അടി താഴെ പുതിയ ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും എഗ്രിമെന്റ് വെച്ച്, റിട്ടേഗ്രിമെന്റില്ല, തത്വത്തിൽ യോജിച്ച് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം അവിടെ ഇപ്പോഴും കിടപ്പില്ലേ? അതൊന്നും ഒഴുകിപ്പോയില്ലല്ലോ. എന്തുകൊണ്ട് അവിടെ പുതിയ ഡാം പണിയുന്നില്ല? തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന അഭിപ്രായം നമുക്കില്ല. തമിഴ്നാടിന് വെള്ളവും കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണവും, ഇതായിരിക്കണം മുദ്രാവാക്യം. കേരളത്തിലെ മുഖ്യമന്ത്രിയും ജലസേചന മന്ത്രിയും ഡാമിന് കുഴപ്പമില്ലെന്നും പറയുന്നത് എന്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും PC ജോർജ് ചോദിച്ചു. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പരിസ്ഥിതി ആഘാത പഠന കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും PC ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച കർഷക ദിനം ആചരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ജെസ്സി ഷാജൻ കർഷക ദിനം ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് സാജൻ തൊടുകയിൽ അധ്യക്ഷനാകും. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഷെബീർ വി മുഹമ്മദ് മുതിർന്ന കർഷകരെ ആദരിക്കും. കർഷക ദിനത്തോടനുബന്ധിച്ച് ഹൈടെക് പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ കാഞ്ഞിരപ്പള്ളി കൃഷി ഓഫീസർ അർച്ചന AK ക്ലാസ് നയിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിലാണ് വൈകുന്നേരം 3 മണിക്കാണ് പരിപാടി. നമ്മുടെ യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജെസ്സി ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ഞിരപ്പള്ളി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി നിഷ മാമൻ മുഖ്യപ്രഭാഷണം, കാഞ്ഞിരപ്പള്ളി അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ ഷമീർ ബി മുഹമ്മദ് മുതിർന്ന കർഷകരെ ആദരിക്കും. കാഞ്ഞിരപ്പള്ളി കൃഷി ഓഫീസർ ശ്രീമതി അർച്ചന AK ഹൈടെക് പച്ചക്കറി കൃഷി സംബന്ധിച്ച് ക്ലാസ് നയിക്കുന്നതാണ്. പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന് ഈ മാസം 16-ന് തിരിതെളിയും. കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യും.
പാലാ സെന്റ് തോമസ് കോളേജിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് ഈ മാസം 16-ന് തിരിതെളിയും. രാവിലെ 10 മണിക്ക് ബിഷപ്പ് വയലിൽ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാലാ രൂപതാധ്യക്ഷനും കോളേജിന്റെ രക്ഷാധികാരിയുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. കോളേജിന്റെ സ്ഥാപകരും മാർഗദർശികളുമായിരുന്ന മഹത് വ്യക്തികൾക്ക് ആദരവ് അർപ്പിച്ച് പാലാ രൂപത മുഖ്യ വികാരി ജനറാളും കോളേജ് മാനേജരുമായ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രസംഗിക്കും. മന്ത്രിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ റോഷി അഗസ്റ്റിൻ പ്ലാറ്റിനം ജൂബിലി ലോഗോ പ്രകാശനം ചെയ്യും. ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ മാതൃക അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP അനാച്ഛാദനം ചെയ്യും. നവീകരിച്ച പരീക്ഷാ വിഭാഗത്തിന്റെ താക്കോൽ കൈമാറ്റ കർമ്മം ജോസ് കെ മാണി MPയും നിർവഹിക്കും. ക്യാമ്പസിൽ മിയാവാക്കി മാതൃകയിൽ രൂപപ്പെടുത്തുന്ന നഗരവനത്തിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി ആന്റണി MP വൃക്ഷത്തൈ നട്ട് നിർവഹിക്കും. ജൂബിലി മൊമന്റോ പ്രകാശന കർമ്മം മാണി സി കാപ്പൻ MLAയും ജൂബിലി വർഷ സൂചകമായി 75 ചന്ദനത്തൈകൾ ക്യാമ്പസിൽ നടുന്നതിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരത്തിനും നിർവഹിക്കും. ഇതോടൊപ്പം നവീകരിച്ച ജിംനേഷ്യത്തിന്റെ താക്കോൽ ദാനവും നടക്കും. ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതിൽ കോളേജിന്റെ ജൂബിലി ലോഗോ പ്രകാശനം, സ്മാരക മന്ദിരത്തിന്റെ ഒരു മാതൃക അനാച്ഛാദനം, നമ്മുടെ എക്സാം ഓട്ടോണമസ് കോളേജ് ആയതുകൊണ്ട് നമുക്കറിയാം ഒരു പുതിയ എക്സാം വിങ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഹൈലി കോൺഫിഡൻഷ്യലായ ഒരു പരീക്ഷാ വിഭാഗമാണ് വേണ്ടത്. വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ബയോമെട്രിക് ആയ രീതികളിൽ മാത്രം പ്രവേശിക്കാവുന്ന രീതിയിലുള്ള ഏറ്റവും നൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷാ വിഭാഗം വേണം. അതിൻ്റെ പണികളൊക്കെ അതിൻ്റെ പരിപൂർത്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബ്ലെസ്സിങ് രാവിലെ 10 മണിക്ക് അഭിനന്ദിയ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കുന്നതായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഈ മീറ്റിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് ഉണ്ട്, അതിൻ്റെ താക്കോൽ കൈമാറ്റം ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മിയാവാക്കി വനം, ഒരു ചന്ദന വനം എന്നൊക്കെ പറയുന്ന ഒരു നഗരവനം എന്ന് പറയുന്ന സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം ഉൾപ്പെടെ, പിന്നെ നമ്മുടെ ഒരു നവീകരിച്ച ഒരു ജിമ്മുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം. ഓരോരുത്തരും നിർവഹിക്കുന്ന ആരൊക്കെയാണ് എന്നുള്ളത് ഈ ബ്രോഷറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമുക്ക് ഈ ഉദ്ഘാടന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. കോളേജ് മാനേജർ ഫാദർ ജോസഫ് തടത്തിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ സാൽവിൻ കെ തോമസ്, ബർസാർ ഫാദർ മാത്യു ആലപ്പാട്ട് മേടയിൽ, ജൂബിലി കമ്മിറ്റി സെക്രട്ടറി ആശിഷ് ജോസഫ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡിജോ കാപ്പൻ, സെക്രട്ടറി ഡോക്ടർ സാബു ഡി മാത്യു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സംസ്ഥാന കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരമുള്ള പച്ചക്കറി തൈകളുടെ വിതരണം എലിക്കുളം കൃഷിഭവനിൽ നടന്നു. പച്ചമുളക്, വഴുതന, വെണ്ട, തക്കാളി, വള്ളിപ്പയർ എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ടം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഖിൽ അപ്പുക്കുട്ടൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ കെ പ്രവീൺ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ AJ അലക്സ് റോയ്, KJ ജൈനമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. മാർസ്ലീവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവ് മറ്റത്ത് ആരംഭിച്ചു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് 4 മുതൽ 5 വരെ വിവിധ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. മാർസ്ലീവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവ് മറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു. കിഴക്കൻ മേഖലയുടെ ആരോഗ്യരംഗത്തിന്റെ പുരോഗതിക്ക് നിർണായക സംഭാവന നൽകാൻ മാർസ്ലീവ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്ററിന് സാധിക്കുമെന്ന് ആശീർവാദ കർമ്മവും അധ്യക്ഷ പ്രസംഗവും നിർവഹിച്ച പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. മെഡിക്കൽ സെന്റർ തുടങ്ങുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയ മേലുകാവ് മറ്റം സെന്റ് തോമസ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അനുമോദിച്ചു. ഇതുപോലെ ഒരു പുത്തൻ വീക്ഷണത്തോടുകൂടി നമ്മളുടെ ഈ ആതുര ശുശ്രൂഷയെ കാണാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. CSI ഈസ്റ്റ് കേരള ബിഷപ്പ് ഫാദർ VS ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മധ്യ കേരളത്തിലെ പ്രമുഖ ആശുപത്രിയായി മാറാൻ മാർസ്ലീവ മെഡിസിറ്റിക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. കിഴക്കൻ മേഖലയിലെ ജനങ്ങളോടുള്ള കരുതലായി മാർസ്ലീവ മെഡിസിറ്റിയുടെ കടന്നുവരവിനെ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു. ഫ്രാൻസിസ് ജോർജ് MP, മാണി സി കാപ്പൻ MLA, പ്രോട്ടോസിഞ്ചലൂസ് ഫാദർ ഡോക്ടർ ജോസഫ് തടത്തിൽ, മാർസ്ലീവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ ഫാദർ ജോസഫ് കണിയോടിക്കൽ, മേലുകാവ് മറ്റം സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ജോർജ്
ജോർജ് കാരാംവേലിൽ എന്നിവർ പ്രസംഗിച്ചു. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് 4 മുതൽ 5 വരെ വിവിധ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും മേലുകാവുമറ്റം മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ്. പൾമണറി മെഡിസിൻ, റൂമറ്റോളജി, നെഫ്രോളജി, കാർഡിയോളജി, ഡെർമറ്റോളജി, എൻഡോക്രൈനോളജി, ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് മേലുകാവുമറ്റം സെന്ററിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ ആധുനിക സംവിധാനമുള്ള ലബോറട്ടറി, ചേർപ്പുങ്കൽ മാർസ്ലിവ മെഡിസിറ്റിയിലേക്കുള്ള ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്, ലാബ് റിപ്പോർട്ടുകൾ തുടങ്ങിയ സേവനങ്ങളും മാർസ്ലിവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്ററിൽ ലഭിക്കും. ന്യൂസ് ബ്യൂറോ, പാല. രാമപുരത്തെ നാലമ്പലങ്ങളിൽ മാണി സി കാപ്പൻ MLA ദർശനം നടത്തി. രാമപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ചൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യപ്പുറം, റജി കൂടപ്പുലം തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഭാരവാഹികളായ രഘു കുന്നൂർമന, അഡ്വക്കേറ്റ് AR ബുദ്ധൻ എന്നിവർ ചേർന്ന് MLAയെ സ്വീകരിച്ചു. അറിയിപ്പ്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കായുള്ള മെഗാതല മെഗാ ജോബ് ഫെയർ നിയുക്തി 2024 ഓഗസ്റ്റ് 31 കളമശ്ശേരി കുസാറ്റ് ക്യാമ്പസിൽ നടക്കും. രാവിലെ 9 ആരംഭിക്കുന്ന നിയുക്തി 2024 ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് തൊഴിലന്വേഷകർക്ക് www.jobfest.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. നിയുക്തി മെഗാ ജോബ് ഫെയർ എംപ്ലോയീസ് മീറ്റ് ഓഗസ്റ്റ് 27 നടക്കും. നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൽ ത്രിവത്സര ഡിപ്ലോമയാണ് യോഗ്യത. അഭിമുഖം 16 തീയതി പകൽ 11. വിവരങ്ങൾക്ക് ഫോൺ 0481236184. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ LDF നീക്കം. ചെയർപേഴ്സണും വൈസ് ചെയർമാനുമെതിരെ അവിശ്വാസം. കത്ത് നൽകി. BJP പിന്തുണയ്ക്കുമെന്ന് വിശ്വാസമെന്ന് LDF. കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ട് തട്ടിപ്പ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. വിവരങ്ങൾ ശേഖരിച്ചു. പഴമയുടെ പ്രൗഢി നിലനിർത്തി നവീകരിച്ച മണർകാട് പള്ളി കൂദാശ ചെയ്തു. നവീകരണം നടത്തിയത് 1 കോടി രൂപ മുടക്കി. നവീകരണം 8 നോമ്പ് പെരുന്നാളിന് മുന്നോടിയായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.